iPlusന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സും അതുപോലെ തന്നെ ഫ്ലൂയിഡ്സുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് നോക്കാം. അപ്പോൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യം അവസാനം പഠിക്കുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് സ്ട്രെസ്സും മറ്റൊന്ന് സ്ട്രെയിനുമാണ്. എന്താണ് ഈ സ്ട്രെസ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ട്രെസ്സ് പറയുമ്പോൾ വേറെയും കുറച്ച് കാര്യങ്ങൾ പറയണം കേട്ടോ. ഓരോ കാര്യങ്ങളായിട്ട് പറയാം. സ്ട്രെസ്സ് ഒറ്റയടിക്ക് കയറി പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ, a stress which changes the length, shape or volume of a body is called deforming force. ഓക്കെ, ഒരു ഒബ്ജക്റ്റിൻ്റെ സൈസോ ഷേപ്പോ നമ്മൾ മാറ്റാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണത് ഡീഫോമിങ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഡീഫോമിങ് ഫോഴ്സ്. മറ്റൊരു കാര്യം റീസ്റ്റോറിങ് ഫോഴ്സ് ആണ്. നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ടൊരു ഫോഴ്സ് പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ റീസ്റ്റോറിങ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഷേപ്പ് ചേഞ്ച് ആവാൻ വേണ്ടി കൊടുക്കുന്ന ഫോഴ്സിന് ഡീഫോമിങ് ഫോഴ്സ് എന്നും, അത് ഓപ്പോസിറ്റ് ആയിട്ട് ഒബ്ജക്റ്റ് തിരിച്ചു തരുന്ന ഫോഴ്സ് നമ്മൾ റീസ്റ്റോറിങ് ഫോഴ്സ് എന്നാണ് പറയുന്നത്. So, when an elastic body is subjected to a deforming force, the restoring force is developed in the body. This restoring force is equal to the magnitude or opposite direction to the applied force. ഇതൊരു ഒബ്ജക്റ്റാണ്, നമ്മൾ ഇങ്ങനൊരു ഫോഴ്സ് കൊടുത്തു, അതുപോലെ തന്നെ ഇതിനോടൊപ്പം തന്നെ തിരിച്ചും നമുക്കൊരു ഫോഴ്സ് കൊടുക്കാനായിട്ട്, തിരിച്ചു കൊടുക്കണ്ട, ഇവിടെ നിന്ന് ഒരു ഫോഴ്സ് കൊടുത്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻബിൽട്ടായിട്ട് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ഒബ്ജക്റ്റ് എന്ത് ചെയ്യും, നമ്മൾ കൊടുക്കുന്നതിനെതിരായിട്ടൊരു ഫോഴ്സ് ഇങ്ങോട്ട് തരും. അതിനെയാണ് നമ്മൾ റീസ്റ്റോറിങ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡീഫോം ചെയ്യാൻ വേണ്ടി ഡീഫോമിങ് ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് എന്തുണ്ടാകുന്നത്, റീസ്റ്റോറിങ് ഫോഴ്സ് ക്രിയേറ്റ് ആകുന്നത്. Then when an elastic body is subjected to deforming force, a restoring force is developed in the body. This restoring force is equal to magnitude but opposite in direction to the applied force. Okay. Then the restoring force per unit area is called stress. അപ്പോൾ സ്ട്രെസ്സിലേക്ക് വരുന്നതിന് മുമ്പ് റീസ്റ്റോറിങ് ഫോഴ്സും ഡീഫോമിങ് ഫോഴ്സും എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ എന്താണ് സ്ട്രെസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ഈസ് നോൺ ആസ് സ്ട്രെസ്. എന്താണ്? ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ഈസ് നോൺ ആസ് സ്ട്രെസ്. ദ ഡീഫോമിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ഈസ് നോൺ ആസ് സ്ട്രെസ്. If F is the applied force and A is the area of cross section of the body, then stress is equal to force divided by area. എന്താണ്? Stress is equal to എന്ത് എഴുതാം? Force divided by area. അപ്പോൾ നോക്കുക, the restoring force per unit area is known as stress. If F is the applied force and A is the area of the cross section of the body, then stress is equal to force by area. ഇപ്പോൾ ഇതാണ് ഒബ്ജക്റ്റ് എന്ന് വിചാരിക്കുക. നമ്മൾ ഇതിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമ്മൾ ക്യാപിറ്റൽ എ എന്ന് വിളിക്കുകയാണെങ്കിൽ, റീസ്റ്റോറിംഗ് ഫോഴ്സിന് എഫ് ആണെങ്കിൽ എഫ് ഡിവൈഡ് ബൈ ദിസ് ക്യാപിറ്റൽ എ ഈസ് നോൺ ആസ് സ്ട്രെസ്, ഫോഴ്സ് ബൈ ഏരിയ. ഓക്കെ. ദെൻ എസ് ഐ യൂണിറ്റ് ഓഫ് സ്ട്രെസ് ഈസ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ എന്ന് പറയാം. ശരിക്കും ഇത് നമ്മുടെ പ്രഷറിൻ്റെ യൂണിറ്റ് തന്നെ ആയിട്ടാണ് വരുന്നത് കേട്ടോ. സ്ട്രെസ് നമ്മൾ പറയാറില്ല, ഭയങ്കര സ്ട്രെസ്സാണ് അല്ലെങ്കിൽ ഭയങ്കര പ്രഷറാണെന്നൊക്കെ തന്നെ കാര്യം. ഓക്കെ. ദെൻ നമുക്ക് ഈ സ്ട്രെസ്സിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം കേട്ടോ. ഒന്നാമതാണ് ലീനിയർ സ്ട്രെസ്. എന്താണ് ലീനിയർ സ്ട്രെസ്? അതിന് മറ്റു പേരാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറയാറുണ്ട്, ടെൻസൈൽ സ്ട്രെസ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം പഠിക്കുന്നത് എന്താണ്? ലീനിയർ സ്ട്രെസ്. എന്താണ് ഈ ലീനിയർ സ്ട്രെസ്? ഇറ്റ് ഈസ് ദി സ്ട്രെസ് ഡെവലപ്ഡ് വെൻ അപ്ലൈഡ് ഫോഴ്സ് പ്രൊഡ്യൂസസ് എ ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് ദ ബോഡി. നമ്മളൊരു ഒബ്ജക്റ്റിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒബ്ജക്റ്റിൻ്റെ ലെങ്ത്, നീളത്തിനാണ് വ്യത്യാസം ഉണ്ടാകുന്നതെങ്കിൽ അതിന് പറയുന്ന പേരാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. ഓക്കെ. അപ്പോൾ ഫോഴ്സ് കൊടുത്തുകൊണ്ട് നീളം, ലെങ്ത് ചേഞ്ച് ആയി കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് അഥവാ ടെൻസൈൽ സ്ട്രെസ് അഥവാ ലീനിയർ സ്ട്രെസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വോളിയം സ്ട്രെസ് എന്തായിരിക്കും? അഥവാ ബൾക്ക് സ്ട്രെസ്. ഇറ്റ് ഈസ് എ സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ ദ ബോഡി വെൻ അപ്ലൈഡ് ഫോഴ്സ് പ്രൊഡ്യൂസസ് എ ചേഞ്ച് ഇൻ ദ വോളിയം ഓഫ് ദ ബോഡി. ഒരു ക്യൂബ് എടുക്കുക, ആ ക്യൂബിൽ ഒരു ഫോഴ്സ് കൊടുക്കുക, ആ ക്യൂബിൻ്റെ ഷേപ്പ് മാറുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്ത്? വോളിയം സ്ട്രെസ് അഥവാ ബൾക്ക് സ്ട്രെസ് എന്ന് പറയുന്നത്. അടുത്തത് ഷിയറിംഗ് സ്ട്രെസ് ആണ്. ഷിയറിംഗ് സ്ട്രെസ്സിൻ്റെ മറ്റൊരു പേരിനെയാണ് നമ്മൾ ടാൻജൻഷ്യൽ സ്ട്രെസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ ദ ബോഡി വെൻ ദി അപ്ലൈഡ് ഫോഴ്സ് പ്രൊഡ്യൂസസ് എ ചേഞ്ച് ഇൻ ഷേപ്പ് ഓഫ് ദ ബോഡി. എന്താണ്? ഇഫ് ഇറ്റ് ഈസ് ദി സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ ദ ബോഡി വെൻ അപ്ലൈഡ് ഫോഴ്സ് പ്രൊഡ്യൂസസ് ചേഞ്ച് ഇൻ ദി ഷേപ്പ് ഓഫ് ദ ബോഡി. അതായത് ഇപ്പോൾ ഒരു ക്യൂബ് എടുക്കുക, നമ്മൾ ആ ക്യൂബിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ തള്ളിക്ക് ക്യൂബ് എടുക്കുക, താഴ്ഭാഗം ഒട്ടിച്ച് വയ്ക്കണം. മുകൾ ഭാഗത്തു നിന്നൊരു പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ മുകൾ ഭാഗം ഒന്നിങ്ങോട്ട് ചരിയും. അപ്പോൾ അവിടെ ഒരു ആംഗിൾ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ ആംഗിളൊക്കെ മേക്ക് ചെയ്യാൻ പറ്റി ഷേപ്പ് ചേഞ്ച് ആകുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഷിയറിംഗ് സ്ട്രെസ് അഥവാ ടാൻജൻഷ്യൽ സ്ട്രെസ്. കേട്ടോ. ദെൻ അടുത്ത ടോപ്പിക്ക് സ്ട്രെയിൻ ആണ്. അപ്പോൾ സ്ട്രെസ്സ് പഠിക്കുന്നത് പോലെ തന്നെ സ്ട്രെയിനും നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. അപ്പോൾ എന്താണ് സ്ട്രെയിൻ എന്ന് നോക്കാം. The deforming force
applied on a body produces generally a change in its dimension and a body is said to be strained. Strain is defined as ratio of change in dimension to the original dimension. അപ്പോൾ എന്താണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ സ്ട്രെയിൻ? സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ദി ഒറിജിനൽ ഡയമെൻഷൻ. നമ്മളൊരു ഒബ്ജക്റ്റിലേക്ക് സ്ട്രെസ് കൊടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ ഷേപ്പ് മാറുകയാണെങ്കിൽ നമുക്ക് സ്ട്രെയിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ. എന്താണ്? ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ. ഓക്കെ, ദെൻ സ്ട്രെയിൻ ഹാസ് നോൺ യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ. സ്ട്രെയിന് പ്രത്യേകിച്ച് യൂണിറ്റോ ഡയമെൻഷനോ ഇല്ല. കാരണം എന്താ? സ്ട്രെയിൻ എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ ആണ്. ഇപ്പം നീളമാണ് മാറുന്നതെങ്കിൽ ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത്. അപ്പോൾ ലെങ്തിൻ്റെ രണ്ടും മീറ്റർ ആണ്. വെട്ടിക്കളഞ്ഞാൽ ദർ ഇസ് നോ യൂണിറ്റ്. ഓക്കെ, സോ സ്ട്രെയിൻ ഈസ് ഡിഫൈൻഡ് ആസ് റേഷ്യോ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ദി ഒറിജിനൽ ഡയമെൻഷൻ. ഓക്കെ, അപ്പോൾ സ്ട്രെസ് നമ്മൾ ക്ലാസിഫൈ ചെയ്ത പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത് സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തതാണ് ലോഞ്ചിറ്റ്യൂഡനൽ സ്ട്രെയിൻ. എന്താണ് ഈ ലോഞ്ചിറ്റ്യൂഡനൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ if the deforming force produces a change in length, the strain produced in the body is called a longitudinal strain or tensile strain or linear strain. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ, എല്ലായിരുന്നു ഇതിൻ്റെ നോർമൽ ലെങ്ത്. നമ്മളൊന്ന് ഇതിനെ വലിച്ചു നീട്ടി എന്ന് വിചാരിക്കുക. ഒന്ന് വലിച്ചു നീട്ടി. എത്രത്തോളം വലിച്ചു നീട്ടി? L+Δl വലിച്ചു നീട്ടി അല്ലേ? L+Δl. അങ്ങനെയാണെങ്കിൽ സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ. അപ്പോൾ ഇവിടെ എന്താണ്? ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത്. ചേഞ്ച് ഇൻ ലെങ്ത് എത്രയാ? Δl അല്ലേ? ഒറിജിനൽ ലെങ്ത് എത്രയാ? L അല്ലേ? അപ്പോൾ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത്. എന്താണ്? സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത്. സോ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു എന്താണ്? ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത്. ഇങ്ങനെയാണ് നമ്മളിതിന് പറയുന്നത്. ഇനി അടുത്തത് വോളിയം സ്ട്രെയിൻ ആണ്. എന്താണ് ഈ വോളിയം സ്ട്രെയിൻ? നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു സ്ട്രെസ് അല്ലെങ്കിൽ ഒരു ഫോഴ്സ് കൊടുത്തുകൊണ്ട് ഒരു ഒബ്ജക്റ്റിൻ്റെ വോളിയം ചേഞ്ച് ആക്കി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ദ deforming force produces a change in volume. The strain produced in the body is called a volume strain. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡ് ബൈ ഒറിജിനൽ വോളിയം ആണ് നമ്മുടെ വോളിയം സ്ട്രെയിൻ എന്ന് പറയുന്നത്. വോളിയം സ്ട്രെയിൻ, അതായത് വോളിയം സ്ട്രെയിൻ is equal to change in volume divided by original volume. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വോളിയം സ്ട്രെയിൻ എന്ന് പറയുന്നത്. എന്താണ്? ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡ് ബൈ ഒറിജിനൽ വോളിയം. ഓക്കെ, ഇവിടെ ഒറിജിനൽ വോളിയം V ആയിരുന്നു, അത് ചേഞ്ച് ചെയ്ത് Δv ആയിട്ട് മാറി. അപ്പോൾ അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. യെസ്, അടുത്തത് ഷിയറിംഗ് സ്ട്രെയിൻ. ഇഫ് ദ deforming force produces a change in shape of the body without changing volume, the strain produced is called ഷിയറിംഗ് സ്ട്രെയിൻ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു ബുക്കാണ് കാണിച്ചിരിക്കുന്നത്. ഈ ബുക്കിൻ്റെ താഴ്ഭാഗം ഒട്ടിച്ച് വെക്കുക, എന്നിട്ട് മുകളിൽ നിന്നും തള്ളുക. അപ്പോൾ എന്ത് പറ്റും? ഒരു ചെറിയ ആംഗിൾ വ്യത്യാസം ഉണ്ടാവും. നമുക്ക് ഇതിൻ്റെ ഒരു 2 ഡയമെൻഷണൽ പിക്ചർ വരയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ താഴെ നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കും. ദെൻ അതിനുശേഷം മുകളിൽ എങ്ങനെ ഈ സാധനം വെക്കുന്നുണ്ടാവും. ഇവിടെ നിന്നൊരു ഫോഴ്സ് നമ്മൾ F പ്രയോഗിക്കും. അപ്പോൾ ഇതൊന്ന് ചരിയും പതുക്കെ സൈഡിലേക്ക്, കണ്ടോ? അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാക്കും. പക്ഷേ ഇതിൻ്റെ വോളിയം സെയിം ആണ്. ആദ്യം ഉണ്ടായിരുന്ന എത്ര വോളിയം തന്നെയാണ്, ആ വോളിയം തന്നെയാണ് ഇപ്പോഴേണ്ടത്. വ്യത്യാസം എന്താ? ചെറുതായിട്ട് അതിൻ്റെ ഒരു ചരിവുണ്ടായി. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Δx/Δl ആണ്. Δx എന്ന് പറഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ Δx എന്ന് പറയുന്നത്. Δx/Δl ആൻഡ് വിച്ച് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ. അതെങ്ങനെയാണ് തീറ്റ കിട്ടുന്നത്? നമുക്കറിയാം, ഇങ്ങനെ ഒരു സർക്കിളിൻ്റെ ഭാഗമാണ് ഇത്. L ആണ്, ഇത് Δx ആണ്, ഇത് തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്ക് ബൈ റേഡിയസ് അല്ലേ? ആംഗിൾ എന്ന് പറഞ്ഞാൽ ആർക്ക് ബൈ റേഡിയസ് ആണ്. അപ്പോൾ ഇവിടുത്തെ ആർക്ക് എത്രയാ? ഇതാണ് ആർക്ക്. റേഡിയസ് എത്രയാ? ഈ L ആണ് റേഡിയസ്. അപ്പോൾ Δx/L ആണ് തീറ്റ. അതിന് പറയുന്ന പേരാണ് എന്താണ്? ഷിയറിംഗ് സ്ട്രെയിൻ എന്ന്. കേട്ടോ? യെസ്, അടുത്തത് ഹുക്സ് ലോ ആണ്. എന്താണ് ഈ ഹുക്സ് ലോ? അക്കോർഡിംഗ് ടു ഹുക്സ് ലോ, വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. എന്താണ്? വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാനാണെങ്കിൽ ഇങ്ങനെ, സ്ട്രെസ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ or
സ്ട്രെസ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് കെ ഇൻറ്റു സ്ട്രെയിൻ അല്ലേ. ഈ കെ അവിടെ നിർത്തുക, ഇതിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് കെ. ഇതിനെയാണ് നമ്മൾ ഹുക്സ് ലോ എന്ന് പറയുന്നത്. ഇതിനെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അതായത് വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അതങ്ങനെയല്ലേ, നമ്മൾ എത്രത്തോളം സ്ട്രെസ് കൊടുക്കുന്നു അത്രത്തോളം ചേഞ്ച് ഉണ്ടാവും. ദാറ്റ് മീൻസ് അത്രത്തോളം സ്ട്രെയിൻ ഉണ്ടായി എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ഈസ് നോൺ ആസ് ഹുക്സ് ലോയ ആൻഡ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. അപ്പോൾ ഇവിടെ ഒരു കോൺസ്റ്റന്റ് ഉണ്ട്. ഈ കോൺസ്റ്റന്റിനെ പറയുന്ന പേര് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്നാണ് പറയുന്നത്. ചിലപ്പോൾ മോഡുലൈ എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ദെൻ മോസ്റ്റ് കോമൺലി നമ്മുടെ പ്ലസ് ടു പുസ്തകങ്ങളിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി എന്നാണ്, വലിയ വലിയ പുസ്തകങ്ങളാണ് മോഡുലൈ എന്നതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഹിയർ വി ഇൻട്രൊഡ്യൂസ് എ കോൺസ്റ്റന്റ് ആൻഡ് ദാറ്റ് കോൺസ്റ്റന്റ് ഈസ് നോൺ ആസ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. പലതരത്തിലുള്ള മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഉണ്ട്. യങ്സ് മോഡുലസ് ഉണ്ട്, ബൾക്ക് മോഡുലസ് ഉണ്ട്, അതോടൊപ്പം തന്നെ റിജിഡിറ്റി മോഡുലസും ഉണ്ട്. അപ്പോൾ ഓരോന്നും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കേണ്ടത് ആവശ്യമാണ്. K is called modulus of elasticity. The modulus of elasticity. There are three types of modulus of elasticity. They are Young's modulus, bulk modulus, shearing modulus or rigidity modulus. രണ്ട് പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം നോക്കേണ്ടത് നമുക്ക് യങ്സ് മോഡുലസ് Y ആണ്. The ratio of longitudinal stress to longitudinal strain is defined as Young's modulus and it is denoted by letter Y. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് പറയേണ്ടത് യങ്സ് മോഡുലസ് ആണ്. യങ്സ് മോഡുലസ് നമുക്ക് നോക്കാം. യങ്സ് മോഡുലസിന് നമ്മൾ Y എന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ദാറ്റ് യങ്സ് മോഡുലസ് Y ഈസ് ഈക്വൽ ടു എന്താണ്? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. സ്ട്രെസ് ബൈ സ്ട്രെയിൻ. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ എന്നാണ്. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് എന്നാണ്. നമ്മൾ സ്മോൾ എല്ലാം എടുക്കണം, തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എഫ് ബൈ എ ഇൻറ്റു എൽ ബൈ ഡെൽറ്റ എൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് എൽ ബൈ ഡെൽറ്റ എൽ ഇൻറ്റു എ. ഇതിനെയാണ് നമ്മൾ യങ്സ് മോഡൽസിൻ്റെ ഇക്വേഷൻ ആയിട്ട് പറയുന്നത്. എന്താണ്? Y ഈസ് ഈക്വൽ ടു എഫ് എൽ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ ബൈ എ ഈസ് നോൺ ആസ് യങ്സ് മോഡലസ്. അപ്പോൾ ഫോഴ്സും ലെങ്തും ഏരിയയും ചേഞ്ച് ഇൻ ലെങ്തും തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? യങ്സ് മോഡുലസ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് ബൾക്ക് മോഡുലസ് ബി ആണ്. ദ റേഷ്യോ ഓഫ് വോളിയം സ്ട്രെസ് ടു ദി കറസ്പോണ്ടിങ് വോളിയം സ്ട്രെയിൻ ഈസ് ഡിഫൈൻഡ് ആസ് ബൾക്ക് മോഡുലസ് ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എ ലെറ്റർ ബി. ഓക്കെ, എന്താണ്? വോളിയം സ്ട്രെസ് to the corresponding volume strain is defined as bulk modulus and it is denoted by a letter B. അപ്പോൾ ബൾക്ക് മോഡുലസിന് നമുക്ക് ഇതുപോലെ ഇക്വേഷൻസുകൾ എഴുതാൻ പറ്റും. ബൾക്ക് മോഡുലസിൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ബൾക്ക് മോഡുലസ് B ഈസ് ഈക്വൽ ടു എന്താണ്? വോളിയം സ്ട്രെസ് ഡിവൈഡ് ബൈ വോളിയം സ്ട്രെയിൻ. വോളിയം സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എഫ് ബൈ വി എന്ന് എഴുതാം. ഫോഴ്സ് ബൈ വോളിയം അല്ലേ. സ്ട്രെസ് എന്ന് വെച്ചാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഏരിയ എന്ന് തന്നെ എഴുതാം, കുഴപ്പമൊന്നുമില്ല. എഫ് ബൈ എ എന്ന് എഴുതാം ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ വോളിയം ഡെൽറ്റ വി ബൈ വി എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ബൈ എ ഇൻറ്റു വി ബൈ ഡെൽറ്റ വി. കണ്ടോ? വി ബൈ ഡെൽറ്റ വി. അപ്പോൾ ഇതാണ് എന്ത്? ബൾക്ക് മോഡുലസ് ബി ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ചില സമയത്ത് വിയും വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. So the ratio of volume stress to the corresponding volume strain is defined as bulk modulus and it is denoted by letter B. Similarly, shear modulus. The ratio of shearing stress to the shearing strain is called shear modulus of the material and it is denoted by letter G and it is also called rigidity modulus. അപ്പോൾ എന്താണ്? എല്ലാം ഈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി എല്ലാം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? സ്ട്രെസ് ബൈ സ്ട്രെയിൻ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഏതിൻ്റെയാണോ കണ്ടുപിടിക്കേണ്ടത് ആ ടേം ഇട്ട് അങ്ങ് എഴുതിയാൽ മതി. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഷിയർ മോഡുലസ് ആണ് എഴുതേണ്ടതെങ്കിൽ റേഷ്യോ ഷിയറിംഗ് സ്ട്രെസ് ടു ദി ഷിയറിംഗ് സ്ട്രെയിന് അല്ലേ. ഷിയറിംഗ് സ്ട്രെസ് ടു ദി ഷിയറിംഗ് സ്ട്രെയിന് കണ്ടോ. അപ്പോൾ അങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എഴുതാനായിട്ട് സാധിക്കും.
അപ്പോൾ നമ്മൾ ഈ സ്ട്രെസ് സ്ട്രെയിന് പോലെയുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം പഠിക്കണം, നമ്മുടെ സിലബസിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് ഡീഫോമിങ് ഫോഴ്സ് എന്താണെന്ന് പഠിക്കണം, പിന്നെ റീസ്റ്റോറിങ് ഫോഴ്സ് എന്താണെന്ന് പഠിക്കണം, സ്ട്രെസ് എന്താണെന്ന് പഠിക്കണം, സ്ട്രെയിൻ എന്താണെന്ന് പഠിക്കണം. അതോടൊപ്പം തന്നെ ഹുക്സ് ലോ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ഹുക്സ് ലോയിൽ നിന്നാണ് നമ്മൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി എന്താണെന്ന് അറിയുന്നത്. 3 ടൈപ്പ് ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഉണ്ട്. യങ്സ് മോഡുലസ്, വൈ, ബൾക്ക് മോഡുലസ്, ബി, റിജിഡിറ്റി മോഡുലസ്. ചില പുസ്തകങ്ങൾ 6 എന്ന് എഴുതാറുണ്ട്, ചില പുസ്തകങ്ങൾ G എന്ന് എഴുതാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെത്രയാണ് നമ്മൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൻ്റെ അത് നമ്മുടെ സിലബസ് അനുസരിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് നോക്കാനുള്ളത് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് ആണ്. ഫ്ലൂയിഡ്സ്. ഓക്കെ, എന്താണ് ഈ ഫ്ലൂയിഡ്? എ ഫ്ലൂയിഡ് ഈസ് സംതിങ് വിച്ച് ക്യാൻ ഫ്ലോ. ലിക്വിഡ് ആൻഡ് ഗ്യാസസ് ആർ ഫ്ലൂയിഡ്സ്. അല്ലേ, ഒഴുകി നടക്കുന്ന എന്തിനേയും നമുക്ക് എന്ത് പറയാം? ഫ്ലൂയിഡ് എന്ന് വിളിക്കാം. എന്താണ് ഫ്ലൂയിഡ്? അപ്പോൾ ലിക്വിഡ്സ് മാത്രമാണോ ഫ്ലൂയിഡ് ആയിട്ടുള്ളത്? അല്ല, ഗ്യാസും എന്ത് തന്നെയാണ്? ഫ്ലൂയിഡിന് ഉദാഹരണമാണ്. അപ്പോൾ ലിക്വിഡ്സും ഉണ്ട്, അതോടൊപ്പം തന്നെ ഗ്യാസും ഉണ്ട്. അപ്പോൾ ഗ്യാസും ഒരു ഫ്ലൂയിഡാണ്, ദെൻ ലിക്വിഡും എന്താണ്? ഒരു ഫ്ലൂയിഡാണ്. ഓക്കെ, അപ്പോൾ ആദ്യം പഠിക്കുന്നത് ട്രസ്റ്റ് എന്നാണ് ഇതിനെ വായിക്കുന്നത്. The normal force acting on the surface is called a thrust. Normal force acting on a surface is known as thrust. അതായത് വെള്ളത്തിൻ്റെ പുറമെ നിങ്ങളൊരു പലക ഇട്ടു, പൊങ്ങിക്കിടക്കുന്നതാണ് പലക. ആ പലകയുടെ മുകളിൽ നിങ്ങൾ കയറി നിൽക്കുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ താഴെ നിന്നും മുകളിലേക്ക് ഒരു ഫോഴ്സ് ഉണ്ടാവും. അതിനെ പറയുന്ന പേരാണ് ത്രസ്റ്റ് എന്ന് പറയുന്നത്. സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ് ത്രസ്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് കിടക്കുന്ന സർഫസിന് നോർമലായിട്ട് വന്ന് വീഴുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ത്രസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഫ്ലൂയിഡ് പ്രഷർ ആണ്. എന്താണ് ഈ ഫ്ലൂയിഡ് പ്രഷർ? ഫ്ലൂയിഡ് പ്രഷർ ഈസ് ഡിഫൈൻഡ് ആസ് ദ നോർമൽ ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് എ സർഫസ്. എന്താണ് ഫ്ലൂയിഡ് പ്രഷർ ഈസ് ഡിഫൈൻഡ് ആസ് ദ നോർമൽ ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് എ സർഫസ് ഈസ് നോൺ ആസ് ഫ്ലൂയിഡ് പ്രഷർ. ഓർ പ്രഷർ ഈസ് ദി ത്രസ്റ്റ് പെർ യൂണിറ്റ് ഏരിയ ആൻഡ് പ്രഷർ ഈസ് ദി ത്രസ്റ്റ് പെർ യൂണിറ്റ് ഏരിയ. അപ്പോൾ നോക്കുക, എന്താ ഫ്ലൂയിഡ് പ്രഷർ? ആൻഡ് ഫ്ലൂയിഡ് പ്രഷർ ഈസ് ഡിഫൈൻഡ് ആസ് ദ നോർമൽ ഫോഴ്സ് ആക്ടിംഗ് per unit area of a surface or pressure is the thrust per unit area. അപ്പോൾ ഫ്ലൂയിഡ് പ്രഷർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്. നമ്മളിപ്പോൾ ഒരു പലക ഇടുകയാണ്, ആ പലക എ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്, എഫ് എന്ന് പറഞ്ഞൊരു ഫോഴ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രഷർ പി ഈക്വൽ എന്താണ്? ദാറ്റ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ എന്നാണ്. ഓക്കെ, അപ്പോൾ യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് അതിൻ്റെ ഫ്ലൂയിഡ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലൂയിഡ് പ്രഷർ പി ഈക്വൽ എന്താണ്? എഫ് ബൈ എ. യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന പ്രഷറിനെയാണ് നമ്മൾ അതിൻ്റെ ഫ്ലൂയിഡ് പ്രഷർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് പാസ്കൽസ് ലോ. എന്താണ് ഈ പാസ്കൽസ് ലോ? പാസ്കൽസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ പ്രഷർ അപ്ലൈഡ് അറ്റ് എനി പോയിന്റ് ഓൺ എ കണ്ടിന്യൂസ് ഫ്ലൂയിഡ് ഇൻ ഇക്വിലിബ്രിയം ഈസ് ഈക്വലി ട്രാൻസ്മിറ്റഡ് ഇൻ ഓൾ അതർ പോയിന്റ്സ്. ഓക്കെ, അതായത് ഒരു ലിക്വിഡിൻ്റെ ക്ലോസ്ഡ് റീജിയനിൽ ഇരിക്കുന്ന ലിക്വിഡിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾ കൊടുക്കുന്ന പ്രഷർ തുല്യമായിട്ട് തന്നെ അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഡിസ്ട്രിബ്യൂട്ട് ആവും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാസ്കൽസ് ലോ എന്ന് പറയുന്നത്. പാസ്കൽസ് ലോ എന്താണ്? പാസ്കൽസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ പ്രഷർ അപ്ലൈഡ് അറ്റ് എനി പോയിന്റ് ഓൺ എ കണ്ടിന്യൂസ് ഫ്ലൂയിഡ് ഇൻ ഇക്വിലിബ്രിയം ഈസ് ഈക്വലി ട്രാൻസ്മിറ്റഡ് ടു ഓൾ അതർ പോയിന്റ്സ്. ഓക്കെ, ഉദാഹരണം പറയാൻ മനസ്സിലാവുന്ന നിൽക്കും. ഹൈഡ്രോളിക് മെഷീൻസ് ആപ്ലിക്കേഷൻ ഓഫ് പാസ്കൽസ് ലോ ആണ്. ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഇങ്ങനെ. അപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇതൊരു ചെറിയ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉള്ളതാണ്, ഇതെന്ന് പറഞ്ഞാൽ ഒരു വലിയ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉള്ളതാണ്. ഓക്കെ, F1 എന്ന് പറഞ്ഞൊരു ഫോഴ്സാണ് അല്ലേ? F1 എന്ന് പറഞ്ഞ ഫോഴ്സ് ഇവിടെ കൊടുക്കുന്നു, ഇവിടെ F2 എന്ന് പറഞ്ഞ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നു. സോ നമുക്കറിയാം പാസ്കൽസ് ലോ അനുസരിച്ച് രണ്ടിടത്തെയും P1 ഉം P2 ഉം എങ്ങനെയായിരിക്കണം? തുല്യമായിരിക്കണം. പ്രഷർ എന്ന് വെച്ചാൽ എന്താ? ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എന്താണ്? F1 ഡിവൈഡ് ബൈ A1 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു F2 ഡിവൈഡ് ബൈ A2 എന്ന് നമുക്ക് എഴുതാം. ശരിയല്ലേ? So P1 is equal to P2, F1 by A1 is equal to F2 by A2. അങ്ങനെയാണെങ്കിൽ F2 is equal to എന്തെഴുതാം? A2 by A1 into F1. വളരെ ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ ആട്ടോ, മനസ്സിലായോ? അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് A2 ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ A1 ആണ്. കണ്ടോ? A2 ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ A1. സോ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ
നമുക്ക് F2ൻ്റെ വാല്യൂ എങ്ങനെയായിരിക്കും, അതായത് ഈ ഫാക്ടർ കൂടുതലായിരിക്കും. അപ്പോൾ ടോട്ടലി ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് കൂടുതലുള്ള വാല്യൂ കിട്ടും. അതായത് ഇവിടെ ചെറിയ ഫോഴ്സ് കൊടുത്താൽ പോലും നമുക്കിവിടെ വലിയ ഫോഴ്സ്, ഇവിടെ എത്രത്തോളം ഏരിയ ക്രോസ് സെക്ഷനോ അതിനനുസരിച്ചിട്ട് ഫോഴ്സ് കൂടി വന്നിട്ടേയിരിക്കും. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാസ്കൽസ് ലോയുടെ ആപ്ലിക്കേഷൻസ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബെർണോൾസ് തിയറമാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ബെർണോൾസ് തിയറം ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.